സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം സൂര്യഗ്രഹണമാണ്. കറുത്ത വാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്നത് ഏത് ഗ്രഹണമാണ്? സൂര്യഗ്രഹണം. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹി മെട്രോയാണ്. ഡൽഹി മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ. ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? ജഡത്വം കൂടുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വവും കൂടുന്നു. മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം PSLV-C-25. PSLV-C-25 ആയിരുന്നു മംഗൾയാൻ 1 വിക്ഷേപണ വാഹനം. PSLV-C-25. ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷ വിമുക്ത സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷ വിമുക്ത സംസ്ഥാനം ഗോവയാണ്. ഗോവ. ഏത് ജില്ലയിൽ വെച്ചാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്? ഏത് ജില്ലയിൽ വെച്ചാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്? കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ്. കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്. അടുത്ത ചോദ്യം, സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് ആരാണ്? സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് P. ഭാസ്കരൻ ആണ്. P. ഭാസ്കരൻ. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത്? ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പ് നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാർപ്പിടങ്ങളെയും റോഡുകളെയുമാണ് ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത്. ധരാതലീയ ഭൂപടങ്ങളിലെ നീല നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? നീല നിറം സൂചിപ്പിക്കുന്നത് ജലാശയങ്ങളെയാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ ഉത്ഖനനം നടന്ന സ്ഥലം? സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ ഉത്ഖനനം നടന്നത് ഹരപ്പയിലാണ്. ആദ്യത്തെ ഉത്ഖനനം എവിടെയാണ് നടന്നത്? ഹരപ്പ. പാകിസ്ഥാനിലെ മോഹൻജോദാരോയിൽ നടന്ന ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? പാകിസ്ഥാനിലെ മോഹൻജോദാരോയിൽ നടന്ന ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് R.D. ബാനർജി ആണ്. R.D. ബാനർജി. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് ഡാഷ് ഡാഷ് കൂടുന്നു. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഡാഷ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ത് എന്നാണ് അറിയപ്പെടുന്നത്? പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നു. നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്നത്? നിയമത്തിൻ്റെ കരട് രൂപം എങ്ങനെയാണ്? ബില്ലാണ്. ബിൽ. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബിൽ. ഡാഷ് ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമായിട്ട് മാറുന്നു. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെയാണ് ഒരു ബില്ല് അത് നിയമമായിട്ട് മാറുന്നത്. ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്.
സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ പുറന്തോട് ഭൂവൽക്കം. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എത്രയാണ്? ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം 40 കിലോമീറ്റർ ആണ്. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എത്രയാണ്? 40 കിലോമീറ്റർ. ഇനി ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങൾ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവുമാണ് ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങൾ. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേര് സിയാൽ എന്നാണ്. സിയാൽ. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ സിയാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്കയും അലൂമിനിയമാണ് സിയാൽ. SiAl. സിയാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്ക, അലൂമിന. സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്നാണ്. സിമ, SIMA. സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിമ. സമുദ്ര ഭൂവൽക്കത്തിലെ പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്കയും മഗ്നീഷ്യവുമാണ്. അപ്പോൾ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ എന്നത്. സിയാലിലെ പ്രധാന ധാതുക്കളാണ് സിലിക്ക, അലൂമിന എന്നിവ. സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിമ. സിമയിലെ പ്രധാനപ്പെട്ട ധാതുക്കളാണ് സിലിക്ക, മഗ്നീഷ്യം. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH85 ആണ്. NH85 ഏത് ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നു. NH85. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH744. NH744 ആണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. NH744. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766 ആണ്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH766. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ്? 1951 to 1952 ആണ്. 1951-52 കാലയളവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. 1951-52 കാലയളവ്. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ എന്നിവ ഏത് വിളയുടെ ഇനങ്ങളാണ്? ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ എന്നിവ ഏത് വിളയുടെ ഇനങ്ങളാണ്? തെങ്ങിന്റെ ഇനങ്ങളാണ്. തെങ്ങ്. രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏതാണ്? രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഗ്ലൂക്കോസ്. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്? രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ശാരദാ മഠം എന്നാണ്. ശാരദാ മഠം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ശാരദാ മഠം. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏതാണ്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973 ആണ്. 1973. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം? ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം മുംബൈയാണ്. മുംബൈ. കലാമണ്ഡലം ക്ഷേമാവതി ഏത് നൃത്തരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കലാമണ്ഡലം ക്ഷേമാവതി ഏത് നൃത്തരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആര്? കലാമണ്ഡലം ക്ഷേമാവതി. മോഹിനിയാട്ടം. കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട് കർഷകർ കൊല്ലപ്പെട്ട
ലഖിംപൂർ ഖേരി സംഭവം നടന്ന സംസ്ഥാനം. കാർഷിക ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് കർഷകർ കൊല്ലപ്പെട്ട ലഖിംപൂർ ഖേരി സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. എന്തിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് ബെസിമർ പ്രക്രിയ? ബെസിമർ പ്രക്രിയ സ്റ്റീലാണ്. സ്റ്റീലിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയ ആണ് ബെസിമർ പ്രക്രിയ. ബെസിമർ പ്രക്രിയ എന്നത് സ്റ്റീലിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ്. അസറ്റിക് ആസിഡ് എന്ന പൊതുവായ നാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ് എന്ന പൊതുവായ നാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? എത്തനോയിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡ് ആണ് അസറ്റിക് ആസിഡ് എന്ന പൊതുവായ നാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ്. എത്തനോയിക് ആസിഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്ത്? സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴി. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിൽ ഏത് ജില്ലയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം? കേരളത്തിൽ ഏത് ജില്ലയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. കേരളത്തിലെ അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം. മനുഷ്യന്റെ ആമാശയത്തിലെ ആസിഡ് ഏതാണ്? മനുഷ്യന്റെ ആമാശയത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലമാണ്. സെറിബെല്ലം. ടോക്കിയോ ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സ് ജഡ്ജിയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? ടോക്കിയോ ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സ് ജഡ്ജിയായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ദീപക് കപ്രയാണ്. ദീപക് കപ്രെ. ടോക്കിയോ ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സ് ജഡ്ജിയായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ദീപക് കപ്രെ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി? റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി? രാജ്യസഭാംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്ന് അറിയപ്പെട്ടത്? ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്ന് അറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി മ്യൂസിയം എവിടെയാണ്? മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി മ്യൂസിയം എവിടെയാണ്? മുംബൈ. റബ്ബറിന്റെ വാൽക്കനൈസേഷൻ കണ്ടുപിടിച്ചത്? റബ്ബറിന്റെ വാൽക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡ് ഇയർ. റബ്ബറിന്റെ വാൽക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡ് ഇയർ. ഉജ്ജിനി തണ്ണീർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഉജ്ജിനി തണ്ണീർ തടാകം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ഉജ്ജിനി തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഉദ്യാനവിരുന്ന് രചിച്ചത്? ഉദ്യാനവിരുന്ന് എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഉദ്യാനവിരുന്ന് എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ലീലാ തിലകം രചിച്ചത് ആരാണ്? ലീലാ തിലകം രചിച്ചത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ലീലാ തിലകം രചിച്ചത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത്? എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര്? തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത് ആരാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ്. അമിത് ഷാ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാജ്യസഭ പാസാക്കിയത് എന്നാണ്?
ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാജ്യസഭ പാസാക്കിയത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6-നാണ്. 2019 ഓഗസ്റ്റ് 6-നാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ ലോക്സഭ പാസാക്കിയത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. അപ്പോൾ ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 ഈ തീയതികളുടെ മനസ്സിലാക്കി വയ്ക്കുക. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന്റെ ഭാഗമായിട്ട് റദ്ദാക്കപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന്റെ ഭാഗമായിട്ട് റദ്ദാക്കപ്പെട്ട അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന്റെ ഭാഗമായിട്ട് റദ്ദാക്കപ്പെട്ട അനുച്ഛേദങ്ങൾ. ആർട്ടിക്കിൾ 370 എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയ ഭരണഘടനാ അനുച്ഛേദമായിരുന്നു. അതുപോലെ ആർട്ടിക്കിൾ 35A എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ പൗരന്മാർക്ക് പ്രത്യേക അവകാശം അനുവദിക്കുന്നതായിരുന്നു. ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A റദ്ദാക്കപ്പെട്ടത്. നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ലഡാക്ക്. എത്ര സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത്? 28 സംസ്ഥാനങ്ങൾ. കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. സംസ്ഥാനങ്ങൾ 28, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആരാണ്? ആശാപൂർണ ദേവി. മൈദ മാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? മൈദ മാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൻ ആണ്. മൈദ മാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലൂട്ടൻ. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ച വർഷം. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001-ലാണ്. 2001-ലാണ് ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. മഴമേഘങ്ങൾ ക്യൂമുലോ സ്ട്രാറ്റസ് ആണ്. ക്യൂമുലോ സ്ട്രാറ്റസ് ആണ് മഴമേഘങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ക്യൂമുലോ സ്ട്രാറ്റസ്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ളയാണ്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? CV രാമൻ പിള്ള. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950. മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം. മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം അനോഫിലസ് കൊതുകുകളാണ്. അനോഫിലസ് കൊതുകുകളാണ് മലമ്പനിക്ക് കാരണമായ കൊതുക് വർഗം. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു. ക്ലമന്റ് ആറ്റ്ലി. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ ആണ്. മിഹിർ സെൻ. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് ആരാണ്? പാല നാരായണൻ നായരാണ്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാല നാരായണൻ നായർ. ലിത്താർജ് ഏതിൻ്റെ അയിരാണ്? ലിത്താർജ് കറുത്തീയത്തിൻ്റെ അയിരാണ് ലിത്താർജ്. ലിത്താർജ് എന്തിൻ്റെ അയിരാണ്? കറുത്തീയം. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളറാണ്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ. ഓങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം. ഓങ്കസെ വർഗക്കാർ എവിടെയാണ്? ആൻഡമാനിലാണ്. ഓങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ഏതാണ്? ആൻഡമാൻ. ഓങ്കസെ വർഗക്കാർ ആൻഡമാൻ. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു മൈൽ എന്നത് 1.609 കിലോമീറ്റർ ആണ്. ഒരു മൈൽ എന്നത് 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്നത്.
ശിലകൾ പൊട്ടിപ്പൊളിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ ഡാഷ് എന്ന് പറയുന്നു. അപക്ഷയം. ശിലകൾ പൊട്ടിപ്പൊളിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ അപക്ഷയം എന്ന് പറയുന്നു. ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രാഥമിക ശില. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏത് ശിലകളാണ്? ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം എടയ്ക്കലാണ്. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം എടയ്ക്കൽ. എടയ്ക്കൽ ഏത് ശിലായുഗ കേന്ദ്രമാണ്? നവീന ശിലായുഗ കേന്ദ്രമാണ് എടയ്ക്കൽ. പ്രാചീന ശിലായുഗ കാലത്ത് എന്തുപയോഗിച്ചാണ് മനുഷ്യർ ഗുഹകളിൽ തീ കത്തിച്ചിരുന്നത്? പ്രാചീന ശിലായുഗ കാലത്ത് എന്തുപയോഗിച്ചാണ് മനുഷ്യൻ ഗുഹകളിൽ തീ കത്തിച്ചിരുന്നത്? മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ്. മൃഗങ്ങളുടെ കൊഴുപ്പ്. മധ്യശിലായുഗ കേന്ദ്രങ്ങളിലൊന്നായ ബാഗോർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യശിലായുഗ കേന്ദ്രങ്ങളിലൊന്നായ ബാഗോർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ബാഗോർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. മധ്യശിലായുഗ കേന്ദ്രങ്ങളിലൊന്നായ ബാഗോർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാൻ. പ്രാചീന ശിലായുഗം ഡാഷ് എന്നറിയപ്പെടുന്നു. വേട്ടയാടൽ യുഗം. വേട്ടയാടൽ യുഗം എന്നറിയപ്പെട്ടത് ഏതാണ്? പ്രാചീന ശിലായുഗമാണ് വേട്ടയാടൽ യുഗം എന്ന് അറിയപ്പെട്ടത്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. എടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി ഗോൾഡൻ ചൈൽഡ് ആണ്. വി ഗോൾഡൻ ചൈൽഡ് ആണ് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. മധ്യശിലായുഗം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മധ്യശിലായുഗം സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്നു. സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെട്ടത് ഏതാണ്? മധ്യശിലായുഗമാണ് സൂക്ഷ്മശിലായുഗം എന്ന് അറിയപ്പെട്ടത്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ മധ്യശിലായുഗ കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ മധ്യശിലായുഗ കാലത്തിലേക്ക് വെളിച്ചം വീശുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഭാഗോറും ആദംഗഡും. ഭാഗോർ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ആദംഗഡ് മധ്യപ്രദേശിലാണ്. മധ്യശിലായുഗ കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഭാഗോർ, ആദംഗഡ് എന്നിവ. രാജസ്ഥാനിലാണ് ഭാഗോർ സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലാണ് ആദംഗഡ്. താമ്രശിലായുഗ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ലോഹം. താമ്രം ഏതാണ്? ചെമ്പാണ്. താമ്രശിലായുഗ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ലോഹമാണ് ചെമ്പ്. മനുഷ്യ ജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് ഏത് ശിലായുഗ കാലത്താണ്? മനുഷ്യ ജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് നവീന ശിലായുഗ കാലത്താണ്. നവീന ശിലായുഗം. പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായ മധ്യപ്രദേശിലെ സ്ഥലം. പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായ മധ്യപ്രദേശിലെ സ്ഥലമാണ് ഭിംബേട്ക. ഭിംബേട്ക എവിടെയാണ്? മധ്യപ്രദേശ്. മനുഷ്യ പുരോഗതിയുടെ നാഴികക്കല്ലായിട്ട് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യ പുരോഗതിയുടെ നാഴികക്കല്ലായിട്ട് കണക്കാക്കപ്പെടുന്നത് കൃഷിയുടെ ആരംഭമാണ്. കൃഷിയുടെ ആരംഭം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമായ മെഹർഗഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മെഹർഗഡ് ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമായ മെഹർഗഡ് സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാനിലാണ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി ഗോൾഡൻ ചൈൽഡ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി ഗോൾഡൻ ചൈൽഡ്. ആമകൾക്കായിട്ട് പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ആമകൾക്കായിട്ട് പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം ദുബായ് ആണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? ദുബായ് ആണ്. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, കാങ്കർ വാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കാങ്കർ വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലാണ് കാങ്കർ വാലി ദേശീയോദ്യാനം. കാങ്കർ വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്.
ഈ ഒരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.